ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളെ തേർഡ് സെമിസ്റ്ററിലെ പുതിയൊരു സബ്ജക്റ്റിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ബിസിനസ് റെഗുലേഷൻസ്. ഇത് ലോ പേപ്പറാണ്. ഓക്കെ, ഈ ഒരു പേപ്പർ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ തിയറി പേപ്പറാണ്. പക്ഷേങ്കിൽ നമ്മൾ എപ്പോഴും അതൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എക്സാം എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അതുമാത്രമല്ല നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ പലരും കുട്ടികൾ ഈ സബ്ജക്റ്റ് നമ്മളെല്ലാ ബാക്കിയുള്ള സബ്ജക്റ്റിനെ പോലെ എക്സാമിൻ്റെ ടൈമിൽ മാത്രമായിട്ട് വായിച്ച് കഴിയുമ്പോൾ എല്ലാ പോയിൻറ്റ്സും ഒരേപോലെ തോന്നും. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ എഴുതാൻ പറ്റില്ല. ഓക്കെ, വെറുതെ ഇങ്ങനെ ഗ്യാസ് കയറ്റി പല കാര്യങ്ങളും എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ടു ദ പോയിൻ്റ് കാര്യങ്ങൾ പറയണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഓരോ സെഷനിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ നമ്മളുടെ ഈ ബിസിനസ് റെഗുലേഷനിൽ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് മോഡ്യൂളാണ് ബിസിനസ് ലോ. ബിസിനസ് ലോയിൽ നമ്മൾ ജനറലായിട്ട് നിയമം എന്താണ്, ബിസിനസ് ലോ എന്താണ്, ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോൺട്രാക്റ്റ് എന്താണ്, ആ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച ലോ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമ്മൾ ജനറലായിട്ട് ലോ എന്താണെന്ന് പഠിക്കുന്നു. ലോ എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ ലോയുടെ പ്രസക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പം നമുക്കറിയാം നമ്മളുടെ ഫാദർ ഓഫ് നേഷൻ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. എന്തിനാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്? സ്വാതന്ത്ര്യം നേടിത്തന്നത് കാരണം നമ്മളുടെ മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ആവശ്യമാണ് സ്വതന്ത്രനായി ഇരിക്കുക എന്നുള്ളത്, അല്ലേ? കാരണം ഒരു മനുഷ്യൻ സ്വതന്ത്രനായി ഇരുന്നാൽ മാത്രമേ, അയാൾക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യം കിട്ടിയാൽ മാത്രമേ അയാൾ വിചാരിക്കുന്ന രീതിയിൽ അയാൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെയും മെച്യൂർഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യം നിങ്ങൾ നേടിയെടുക്കുകയും ആ സ്വാതന്ത്ര്യത്തിലൂടെ നിങ്ങൾ നല്ലൊരു സ്ഥാനത്തേക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എത്തുകയും വേണം. ഓക്കെ, അതിനാണ് സ്വാതന്ത്ര്യം പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി നമുക്കത് നേടിത്തന്നത്. കാരണം ബ്രിട്ടീഷുകാരെ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയായിരുന്നു, നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ ഇല്ലാതാക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമുക്കത് നേടിത്തന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മൾ മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്, നമ്മളെപ്പോലെ കോടാനുകോടി ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റുള്ള ആളുടെ സ്വാതന്ത്ര്യത്തിനെ തടസ്സപ്പെടുത്തരുത്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഏതൊരു വ്യക്തിയും അയാളുടെ സ്വാതന്ത്ര്യം യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ള ആൾക്കാരുടെ സ്വാതന്ത്ര്യത്തിനെ തടസ്സപ്പെടുത്താതിരിക്കാനായിട്ട് അവരുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബിഹേവിയറിനെ, എക്സ്റ്റേണൽ ആയിട്ടുള്ള അവരുടെ ഹ്യൂമൻ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, നമുക്കുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ജീവിക്കുക, പക്ഷേ ആ ജീവിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഇപ്പം നമ്മളുടെ ഒരു വീട്, അല്ലേ, നമുക്ക് നമ്മുടെ വീടുണ്ട് സ്വന്തമായിട്ട്. അപ്പോൾ ആ വീട്ടിൽ നമ്മൾ കഴിയുമ്പോൾ നമുക്ക് ആ വീട്ടിൽ കഴിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ അയൽവക്കത്തുള്ള ആൾക്കാരെ വന്ന് കൈകടത്തേണ്ട കാര്യമില്ല, കൈകടത്താനുള്ള അവകാശമില്ല. പക്ഷേങ്കിലും നമ്മളുടെ വീട്ടിൽ നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി കഴിയുമ്പോൾ അത് മറ്റുള്ളവരുടെ, അടുത്ത വീട്ടിലുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനെ തടസ്സപ്പെടുത്താനും പാടില്ല. ഇപ്പം നമുക്ക് പാട്ട് കേൾക്കണം. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാൻ വീട്ടിൽ എപ്പോൾ വേണമെങ്കിൽ കേൾക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അയൽവക്കത്ത് വീട്ടിൽ വയ്യാതെ ഇരിക്കുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഇത്തിരി പ്രായമുള്ളതാണ്. ഓക്കെ, അവർക്ക് സമാധാനമായിട്ട് റെസ്റ്റ് എടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവർക്കുള്ളത്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കണം എന്നുള്ള സ്വാതന്ത്ര്യം അയൽവക്കത്തുള്ള ആ ഒരു പേഷ്യൻറ്റിനെ സമാധാനപരമായിട്ട് റെസ്റ്റ് എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെ തടസ്സപ്പെടുത്താൻ പാടില്ല. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. ഇപ്പോൾ ഹെഡ്ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ ഹെഡ്ഫോൺ വെച്ച് എത്ര ഹൈ വോള്യൂമിൽ വേണമെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാം. അതല്ലാതെ നമ്മൾ ഹെഡ്ഫോണൊന്നും ഒക്കെ മാറ്റിയിട്ട് ഭയങ്കര വലിയ ഓഡിയോ സിസ്റ്റത്തിൽ ഹൈ വോള്യൂമിൽ നമ്മൾ പാട്ട് വെച്ച് ആ പ്രദേശത്തുള്ള മൊത്തം ഭാഗത്തേക്കും ആൾക്കാർക്ക് കേൾക്കാവുന്ന രീതിയിൽ വെച്ചിട്ട് പാട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യണേ. അപ്പോൾ എന്താണ്, വി ഹാവ് ടു കൺട്രോൾ അവർ ബിഹേവിയർ. അതുപോലെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ആക്ഷൻസ് ഓരോ സിറ്റുവേഷൻസിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനാണ് നമുക്ക് നിയമം വരുന്നത്.
സോ ഇൻ സിമ്പിൾ വേർഡ്സ് നമുക്ക് നിയമം എന്താണ്, ലോ എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റൂൾ ഓഫ് എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ഷൻസ് എൻഫോഴ്സ്ഡ് ബൈ എ സോവറിൻ പൊളിറ്റിക്കൽ അതോറിറ്റി. അതായത് നമ്മളുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹ്യൂമൻ ആക്ഷൻസ്, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആ സോഷ്യൽ ബീങ്സ് ആണ്. അപ്പം നമ്മൾ സോഷ്യൽ ബീങ്സ് ആയിട്ടുള്ളവർ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന റൂൾസിനെയാണ് നിയമം എന്ന് പറയുന്നത്. ഇത് നമ്മളിൽ ഫോഴ്സ്ഫുൾ ആക്കുന്നത് പരമോന്നതാധികാരത്തിലുള്ള ആൾക്കാരാണ്, വളരെ ഉന്നതമായിട്ടുള്ള പദവിയിലുള്ള ആൾക്കാരാണ്. അവരെയാണ് സോവറിൻ പൊളിറ്റിക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളുടെ പാരൻസ് ആണ് നമ്മളുടെ വീട്ടിലുള്ള ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്ന പരമോന്നതാധികാരികൾ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ വീട്ടിൽ ഇന്ന രീതിയിൽ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ, ഇന്ന രീതിയിലെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ നമ്മളോട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ അത്തരത്തിലുള്ള ബിഹേവിയറിനെ നമ്മുടെ ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത് ഇല്ലേ. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നു, 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടാം. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്ത് എവിടെ വേണമെങ്കിൽ വണ്ടി ഓടിച്ച് പോവാം. പക്ഷേ നമ്മൾ ആ വണ്ടി ഓടിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കുറച്ച് നിയമം പാലിക്കേണ്ടതുണ്ട്. അതെന്തിനാണ് പാലിക്കുന്നത്? നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പല റോഡ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കൺട്രോളായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം യൂട്ടിലൈസ് ചെയ്യുകയാണ്. അപ്പോൾ അതേപോലെ നമ്മളുടെ പബ്ലിക്സിൽ നമ്മളുടെ ഓരോ ആക്ഷൻസും നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഡെവലപ്പ് ചെയ്യാം, മറ്റുള്ളവരെ നമുക്ക് തടസ്സപ്പെടുത്താതിരിക്കാം. അതിനാണ് നിയമങ്ങൾ. ഓക്കെ, സോ ഈ എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ഷൻസിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആണ്, അത് നമ്മൾ ഒബേ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ കൊറോണയുടെ പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നു അല്ലേ. എന്താണ്? ലോക്ക്ഡൗണിൽ പോകണം അല്ലേ, സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണം, മാസ്ക് ധരിക്കണം, സാനിറ്റൈസിങ് ചെയ്യണം, വാക്സിനേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന സെറ്റ് ഓഫ് കണ്ടീഷൻസാണ് അവർ കൊണ്ടുവന്നത് ഈ പാൻഡമിക് സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാനായിട്ട്. അപ്പോൾ അതും എന്താണ്? നിയമമാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ലോയിൽ നമുക്ക് 3 എലമെൻറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ബോഡി ഓഫ് റൂൾസ്, അതാണ് സെറ്റ് ഓഫ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ആ കണ്ടീഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എക്സ്റ്റേണൽ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ആരാണ് ഉണ്ടാക്കുന്നത്? ഒരു സോവറിൻ പൊളിറ്റിക്കൽ അതോറിറ്റി. അപ്പോൾ ഒരു നിയമത്തിൻ്റെ 3 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇത് 3ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ, അത് പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെയും സിവിൽ നിയമം അല്ലേ, സിവിൽ ലോസ്, ക്രിമിനൽ ലോസ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെയും അതുപോലെ ഇപ്പോൾ ബിസിനസ് ലോ അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് തരം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെയും ഇല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതം പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യൻ സിറ്റിസൻസ് ആരായാലും അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഫോറിനേഴ്സ് ആരായാലും ദേ ഷുഡ് നോട്ട് ഗോ ഫോർ വയലൻസ്, ദേ ഷുഡ് നോട്ട് മേക്ക് ക്രൈം, ഇറ്റ് ഈസ് ഇല്ലീഗൽ. നിയമമുണ്ട് അല്ലേ. നമ്മൾ ആരും ക്രൈം ചെയ്യാൻ പാടില്ല, നമ്മളാരും വയലൻസിലേക്ക് പോകാൻ പാടില്ല. അതെല്ലാം നിയമത്തിന് വിരുദ്ധമാണ്. നിയമമുണ്ട് നമുക്ക്. അപ്പോൾ അതറിയാവുന്നത് കൊണ്ട് നമ്മൾ പബ്ലിക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ക്രൈം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളൊരു വയലൻസിലേക്ക് പോകാനോ ഉള്ള ടെൻഡൻസി നമ്മൾ കാണിക്കില്ല. ബിക്കോസ് വി ആർ അവെയർ ദാറ്റ് ദർ ഈസ് ലോ അല്ലേ. ഇതിന് നമുക്ക് നിയമമുണ്ട്. അങ്ങനെ തോന്നിയതുപോലെ നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നു. ചില എക്സ്ട്രീം കേസസിലാകുമ്പോഴാണ് ആൾക്കാർ ക്രൈം ചെയ്യുന്നതും വയലൻസിൽ പോകുന്നതൊക്കെ അല്ലേ. പക്ഷെ അങ്ങനെ പോകുന്നവരെ പിന്നെ നിയമം ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് അങ്ങനത്തെ നിയമമൊന്നുമില്ല. ഒരുപാട് വയലൻസും ഒരുപാട് ക്രൈമും ഒക്കെ നടക്കുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുമോ? ഇപ്പോൾ താലിബാനിൽ നടക്കുന്നത് അതല്ലേ അല്ലേ. അവിടെ ഒത്തിരി വയലൻസാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതമൊക്കെ ആകെ താറുമാറാവുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വിത്തൗട്ട് ലോ ദർ ഈസ് നോ പീസ്ഫുൾ ലൈഫ്. എവിടെ നിന്നൊക്കെയാണ് ഈ നിയമങ്ങൾ വരുന്നത്? നമ്മൾ പറഞ്ഞു, നമ്മളുടെ എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോവറിൻ പൊളിറ്റിക്കൽ അതോറിറ്റീസ് കൊണ്ടുവരുന്നതാണ് നിയമം എന്ന് പറഞ്ഞു. ഈ നിയമം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? പല സോഴ്സിൽ നിന്നുമാണ് നിയമം കൊണ്ടുവരുന്നത്. ഇത് ഒരു പക്ഷേ ചിലപ്പോൾ എക്സാമിന് 4 മാർക്കിനൊക്കെ ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് ലോ.
എന്തൊക്കെ സോഴ്സസ് വഴിയാണ് നിയമം ഉണ്ടാവുന്നത്? അതിൽ ആദ്യത്തെ സോഴ്സ് പറയുന്നത് നമ്മളുടെ കസ്റ്റം അല്ലെങ്കിൽ യൂസേജാണ്. നമ്മളുടെ കസ്റ്റം, പാരമ്പര്യ രീതി, കാലാകാലമായി നമ്മൾ ആചരിച്ചു വരുന്ന രീതികൾ, ആ രീതികൾ ശരിയാണെന്ന് തോന്നിക്കൊണ്ട് അതിനെ നമ്മൾ നിയമമാക്കുക. അതുപോലെ തന്നെ നമ്മളുടെ യൂസേജ്, നമ്മൾ തുടർച്ചയായിട്ടുള്ള നമ്മളുടെ ആ യൂസേജ്, അതുകൊണ്ട് നമുക്ക് അതിലൂടെ നിയമങ്ങൾ കൊണ്ടുവരാം അല്ലേ? അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ഹിന്ദു മാരേജ് ലോ, ഹിന്ദു വിവാഹത്തിനോടനുബന്ധിച്ചുള്ള നിയമം. അതെങ്ങനെയാണ് വന്നത്? ഹിന്ദു ആചാരം പ്രകാരം ഒരു വിവാഹത്തിന് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കണം. അത് നമ്മളൊരു ആചാരമായി വർഷങ്ങളായി, കാലാകാലങ്ങളായി, തലമുറകളായി നമ്മൾ ആചരിച്ചു വരുന്നതാണ്. അപ്പം അത് നിയമമായിട്ട് തീരുമാനിച്ചു. അപ്പം കസ്റ്റംസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് നിയമമാക്കി മാറ്റാം. ഇല്ലെങ്കിൽ യൂസേജ്, ഫോർ എക്സാമ്പിൾ ഓക്യുപ്പേഷൻ ഓഫ് ലാൻഡ്. ഇപ്പോൾ എനിക്ക് സ്വന്തമായ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് എനിക്ക് എന്ത് വേണം? വീട് കെട്ടാം, അല്ലെങ്കിൽ ആ സ്ഥലത്ത് എനിക്ക് കൃഷി നടത്താം, വൃക്ഷങ്ങൾ നടാം. എനിക്കിഷ്ടം പോലെ ആ സ്ഥലം എങ്ങനെ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. അത് നമ്മളുടെ യൂസേജാണ്. നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചാണ് അങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, സോ ഓക്യുപ്പേഷൻ ഓഫ് ലാൻഡ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ യൂസേജ് അനുസരിച്ചാണ് വന്നേക്കുന്നത്. അപ്പം നിയമം നമ്മളുടെ കസ്റ്റംസ് വഴിയും അതുപോലെ നമ്മുടെ യൂസേജ് വഴിയും ഉണ്ടാവാറുണ്ട്. ഒരു സോഴ്സ്. രണ്ടാമത്തെ സോഴ്സ് എന്താണ്? റൈറ്റിങ്സ് ഓഫ് ദ ഗ്രേറ്റ് ജൂറിസ്റ്റ്സ്. നമ്മുടെ പരമോന്നതാധികാരത്തിലുള്ള ആരാണോ ആ അധികാരി പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും നിയമം ഉണ്ടാവുക അല്ലേ? ഇപ്പം ഹോണറബിൾ സുപ്രീം കോർട്ട് ജഡ്ജ്, അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ, ഇപ്പം ഇങ്ങനെയുള്ള പരമോന്നത സ്ഥാനത്തുള്ള അധികാരികൾ പറഞ്ഞുകൊണ്ട് നിയമം ഉണ്ടാവുക. അപ്പം അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മുടെ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ശ്രീ രാംനാഥ് കോവിന്ദ് ഇപ്പം നമ്മുടെ ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷനോട് ഭാഗമായിട്ട് അദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്നു. എന്താണ് നിയമം? ദാറ്റ് certified translated copies of judgment of High Court of India should be available within 24 to 36 hours. അതായത് നമ്മുടെ കേരള ഹൈക്കോർട്ടിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ്റെ സമയത്ത് നമ്മുടെ ശ്രീ രാംനാഥ് കോവിന്ദ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ, അദ്ദേഹം ആ പരമോന്നതിയിൽ നിന്നുകൊണ്ട് ഒരു ഡിക്ലറേഷൻ, ഒരു നിയമമായി പുറപ്പെടുവിച്ചു. എന്താണ് നിയമം? അതായത് നമ്മുടെ ഹൈക്കോർട്ട് ഓഫ് ഇന്ത്യയിൽ ഉണ്ടാവുന്ന ജഡ്ജ്മെൻറ്റ്, എപ്പോഴൊക്കെയാണ് ഹൈക്കോർട്ട് ഇന്ത്യയിൽ ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നത്? ആ ജഡ്ജ്മെൻറ്റ് ഉണ്ടായി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ട്രാൻസ്ലേറ്റഡ് കോപ്പീസ്, സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്റഡ് കോപ്പീസ് ഓരോ സംസ്ഥാനങ്ങളിലും അവരുടെ റീജിയണൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫൈഡ് കോപ്പീസ് ആ ഹൈക്കോർട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും 24 മുതൽ 36 മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാ കോർട്ടുകളിലും എത്തിച്ചിരിക്കണം അല്ലേ? അപ്പം ആ രീതിയിൽ ഒരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ അതാണ് റൈറ്റിങ്സ് ഓഫ് ഗ്രേറ്റ് ജൂറിസ്. അപ്പം കസ്റ്റംസ് യൂസേജ് വഴി നിയമം വരാം. അതുപോലെ പരമോന്നത സ്ഥാനങ്ങളിലുള്ളവരെ ഹൈക്കോർട്ട്സ്, സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ അവർ കൊണ്ടുവരുന്ന നിയമങ്ങൾ. പിന്നെ അതിൽ കോർട്ട്സിലെ ജഡ്ജ്മെൻറ്റ്, ചില കേസുകളൊക്കെ വാദിച്ച കേസിൻ്റെ വിധി, ജഡ്ജ്മെൻറ്റ്, അത് പിന്നീട് ഇതിന് സിമിലറായിട്ടുള്ള കേസുകൾക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ നിയമമായി മാറ്റുക. അതാണ് ജഡ്ജ്മെൻറ്റ് ഓഫ് കോർട്ട്. ജഡ്ജ്മെൻറ്റ് ഓഫ് കേസ് ഇൻ കോർട്ട് വിൽ ബി ഫോളോഡ് ബൈ സിമിലർ കേസസ്. ഒരാളെ കുത്തിക്കൊന്നു, കേസ് വാദിച്ചു, ജഡ്ജ്മെൻറ്റ് വന്നു, ഇന്ന ആളെ കുത്തിക്കൊന്ന് ആ പ്രതിയെ ജീവപര്യന്തം തടവിന് വിധിക്കുന്നു.
അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു നിയമമായി വരികയാണ്. ഒരാളെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രതിയെ ജീവപര്യന്തം തടവിന് വിധേയമാക്കണം. അപ്പോൾ പിന്നീട് ഇതുപോലെ തന്നെ കുത്തിക്കൊന്ന കേസ് വരുമ്പോഴൊക്കെ ഈ നിയമം ഫോളോ ചെയ്യും. അപ്പോൾ അങ്ങനെ ജഡ്ജ്മെൻറ്റ് ഓഫ് കോർട്ടിൻ്റെ അനുസരിച്ച് നിയമങ്ങളുണ്ടാവും. പിന്നെ നമുക്കറിയാം, നമ്മുടെ ബ്രിട്ടീഷ് കാലത്ത് ബ്രിട്ടീഷുകാർ ഒരുപാട് നമ്മളുടെ ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലമാണ് നമ്മളുടെ ഇന്ത്യൻ നിയമങ്ങൾ. ഈ ഇന്ത്യൻ നിയമങ്ങളൊക്കെ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് നിയമങ്ങളുടെ ബേസിലാണ് ഫോം ചെയ്തേക്കുന്നത്. ഇംഗ്ലീഷ് ലോയുടെ ബേസിലാണ് ഇന്ത്യൻ ലോസ് ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇംഗ്ലീഷ് ലോ എടുക്കുകയാണെങ്കിൽ റോമൻ ലോയിനെ ബേസ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് ലോ ഫോം ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ഇന്ത്യൻ നിയമം എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷ് ലോയിനെയും അതുപോലെ റോമൻ ലോയിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഫോറിൻ ലോസിൽ നിന്നും ഉണ്ടാവുന്ന പല നിയമങ്ങളും നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ഫോറിൻ ലോസിൽ നിന്നും നമുക്കുണ്ടാവുന്ന കാര്യം, സോഴ്സ്. ഇനി ലാസ്റ്റ് വൺ എന്താണ്, സ്റ്റാറ്റ്യൂട്ട്സ് ഓർ ആക്ട്സ്. The Parliament at several times passes acts and rules which repeals existing ones. ചില ഭേദഗതികൾ ബില്ലുകളായിട്ട് നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അവസാനം പാർലമെൻറ്റ് അത് അംഗീകരിച്ചുകൊണ്ട് ആ ബില്ല് പാസ്സാക്കി അതിനെ ഒരു നിയമമാക്കി മാറ്റുന്നു. ഓക്കെ, ഭേദഗതി ബില്ലുകൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളുടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമം നിധി, അതിൻ്റെ ഭേദഗതി, ഇത്ര ശതമാനം ക്ഷേമനിധി ഉയർത്തണം. പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കാണ്, ബില്ല് അവതരിപ്പിക്കുകയാണ്. പലപ്പോഴായിട്ട് അവതരിപ്പിച്ച് അവസാനം അത് ആ ബില്ലിനെ പാസ്സാക്കിയെടുത്തു, അതിനെ നിയമമാക്കി മാറ്റുന്നു. അപ്പോഴേക്കും ഡിക്ലറേഷൻ വന്നു, ഇന്ന മേഖലയിൽ ഇന്ന തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഇത്ര ശതമാനം ഉയർത്തുന്നു, അല്ലേ? അപ്പോൾ ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നിയമത്തിൻ്റെ സോഴ്സുകൾ പല രീതിയിലാണ് ഉണ്ടാവുക. കസ്റ്റംസ് ആൻഡ് യൂസേജിലുണ്ടാവാം, ജൂറിസ്റ്റിൻ്റെ റൈറ്റിങ്സിലൂടെ ഉണ്ടാവാം, കോർട്ടിലുള്ള ജഡ്ജ്മെൻറ്റിലൂടെ ഉണ്ടാവാം, ഫോറിൻ നിയമങ്ങളിലൂടെ ഉണ്ടാവാം, പിന്നെ പാർലമെൻറ്റിലെ ആക്ട് അനുസരിച്ച് ഉണ്ടാവാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇനി നമുക്ക് നമ്മുടെ നിയമങ്ങളുടെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ലോ എന്താണെന്ന് കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ ലോയുടെ സോഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ലോയുടെ ക്ലാസിഫിക്കേഷൻസാണ്. ജനറലായിട്ട് നമ്മുടെ നിയമങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, പബ്ലിക് ലോ ആൻഡ് പ്രൈവറ്റ് ലോ. വേർഡ് മീനിങ്ങിൽ തന്നെ നമുക്കറിയാം പബ്ലിക് ലോ എന്താണ്, പ്രൈവറ്റ് ലോ എന്താണ്. പബ്ലിക് ലോ, പബ്ലിക്കായിട്ടുള്ള നിയമങ്ങൾ എന്താണ്, ദ ലോ വിച്ച് ഗവേൺസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ ഗവൺമെൻറ്. അല്ലേ, നമ്മൾ ഒരു സിറ്റിസൺ, ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മളും നമ്മളുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻസിനെ പ്രതിപാദിക്കുന്ന നിയമങ്ങളാണ് പബ്ലിക് ലോ, അല്ലേ? നമുക്കിപ്പം നമ്മൾ പുറത്തേക്ക് വണ്ടി എടുത്ത് പോവാണ്, അല്ലേ? അപ്പോൾ നമുക്ക് റോഡിൽ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട്, അല്ലേ? അത് നമ്മുടെ ഗവൺമെൻറ്റാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ എന്താണ്, ആ നിയമം പബ്ലിക് ലോയാണ്. അപ്പോൾ കൊറോണ വന്നപ്പോഴും ലോക്ക്ഡൗൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ എന്താണ്, പബ്ലിക് ലോ ആയിട്ടാണ് വന്നത്, അല്ലേ? അതായത് മാസ്ക് ധരിക്കാതെ പോയി കഴിഞ്ഞാൽ ഫൈനാണ്, പബ്ലിക് ലോയാണത്. നമ്മളെ ഒരു പൗരനും ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിലൂടെ ഉണ്ടാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ നമ്മളൊരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗവൺമെൻറ്റാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. അപ്പോൾ ക്രിമിനൽ ലോ ഒരു പബ്ലിക് ലോയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, അല്ലേ? നമ്മളിപ്പോൾ നമ്മളുടെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം. ആ രാജ്യത്തിന് എന്തെങ്കിലും രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്താൽ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലോ, അല്ലേ? ഇപ്പോൾ നമ്മൾ ടാക്സ് കെട്ടണം, ടാക്സ് കെട്ടിയില്ലെങ്കിൽ നമുക്ക് ഫൈൻ അടയ്ക്കണം, അല്ലേ? അതുപോലെയല്ല നമ്മളുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ കൃത്യമായ സമയത്ത് ചെയ്തില്ലെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ് നമ്മളെ ശിക്ഷിക്കുന്നത്. അപ്പോൾ പ്രൊസീജിയേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുമ്പോൾ പ്രൊസീജിയേഴ്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ഗവൺമെൻറ്റൽ ഏജൻസീസ്. അപ്പോൾ ക്രിമിനൽ ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ലോ,
അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ഇതെല്ലാം എന്താണ്? പബ്ലിക് ലോയാണ് വരുന്നത്, പബ്ലിക് ലോസ് ആയിട്ടാണ് വരുന്നത്. അതേസമയം പ്രൈവറ്റ് ലോ എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷനിൽ ഉണ്ടാവുന്ന നിയമം. ലോ വിച്ച് ഡിറ്റർമിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ദെയർ പ്രൈവറ്റ് കപ്പാസിറ്റീസ്, അല്ലേ? അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കപ്പാസിറ്റീസ് ആയിട്ടുള്ള ബന്ധങ്ങളിലൂടെ ഉണ്ടാവുന്ന നിയമം, അതിനെ പ്രതിപാദിക്കുന്ന നിയമം. ലോ ഓഫ് കോൺട്രാക്റ്റ്, ഇപ്പോൾ രണ്ട് പേര് ഒരു ബിസിനസ് ഡീൽ ഫോം ചെയ്തു. ലോ ഓഫ് പ്രോപ്പർട്ടി, ഇപ്പം ഞാൻ ഒരാളുടെ പ്രോപ്പർട്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്ട് ഫോം ചെയ്തു. അപ്പം അതെന്താണ്? അതൊരു പ്രൈവറ്റ് കപ്പാസിറ്റിയാണ്, അല്ലേ? സോ ലോ ഓഫ് കോൺട്രാക്റ്റ്, ലോ ഓഫ് പ്രോപ്പർട്ടി, ഇതെല്ലാം എന്താണ്? നമ്മുടെ പ്രൈവറ്റ് ലോയാണ്. അപ്പോൾ ലോ രണ്ട് ടൈപ്പ് ഉണ്ട്, പബ്ലിക് ലോ ഉണ്ട്, പ്രൈവറ്റ് ലോ ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ വെറുതെ നെയിം സേക്ക്, അയ്യോ ക്ലാസ് തന്നല്ലോ എന്ന് വെച്ചിട്ട് വെറുതെ ഓടിച്ചു നോക്കരുത്. മനസ്സിരുത്തി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓരോ ദിവസവും ഞങ്ങൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ തരുന്നത്. നിങ്ങളത് റെസ്പോൺസിബിളായിട്ട് ഒരു നഴ്സറി സ്കൂളിലെ കുട്ടികളെ പോലെ അല്ലാതെ, ഒരു സ്കൂളിലെ കുട്ടികളെ പോലെ അല്ലാതെ, കുറച്ചുകൂടി മെച്യൂർഡായിട്ട് ഇതെനിക്ക് ആവശ്യമുള്ളതാണ്, ഇത് മനസ്സിലാക്കി എടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിരുത്തി ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് നിങ്ങളുടെ ഇപ്പോൾ വേണ്ട ഒരു ബിഹേവിയർ. അപ്പം അതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ രണ്ട് തരത്തിലുള്ള നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു, പബ്ലിക് ലോ ആൻഡ് പ്രൈവറ്റ് ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കോൺട്രാക്റ്റ് ആക്ട്, ലോ ഓഫ് കോൺട്രാക്റ്റ് പ്രൈവറ്റ് ലോയാണ്, അല്ലേ? രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാവുന്ന ലോ. അപ്പോൾ നമ്മളുടെ ഈ ബിസിനസ് ലോയൊക്കെ എന്താണ്? പ്രൈവറ്റ് ലോയാണ്. വ്യക്തികൾ തമ്മിലുള്ള നിയമങ്ങളാണ്, വ്യക്തികൾ തമ്മിൽ സമ്പാദിക്കുന്ന നിയമങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് കോൺട്രാക്റ്റ് ആക്റ്റാണ്, 1872. അപ്പോൾ നോക്കൂ, എത്ര വർഷം മുന്നെയാണ് ഈ കോൺട്രാക്ട് ലോ ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും നമ്മളത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ബിസിനസ് ലോയിൽ ഏറ്റവും ആദ്യം വരുന്നത് കോൺട്രാക്റ്റ് ആക്റ്റാണ്, 1872. അപ്പോൾ ഈ ഒരു ഇയർ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ഇയർ ഏതാണ്? 1872. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ഇയർ 1872. സോ നമ്മൾ ബിസിനസ് പരമായി ഫോം ചെയ്യുന്ന കോൺട്രാക്റ്റുകളിൽ ഈ നിയമമാണ് പിന്തുണയ്ക്കുന്നത്, കോൺട്രാക്റ്റുകൾ ഈ നിയമമാണ് പിന്തുണയ്ക്കുന്നത്. ഓക്കെ, so this law deals with the agreements or promises, their enforceability and remedies available for breach of contract. അതായത് ഒരു കോൺട്രാക്റ്റ്, ഒരു ബിസിനസ് കോൺട്രാക്റ്റിൽ നമ്മൾ എന്തൊക്കെ എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോമിസസ് ആണോ ചെയ്യുന്നത് അതിനെ ഈ നിയമം പ്രതിപാദിക്കുന്നു. പിന്നെ അതുമാത്രമല്ല, ഇങ്ങനെ ഒരു ബിസിനസ് കോൺട്രാക്ട് ഫോം ചെയ്ത വ്യക്തികൾ അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അതിനെയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് കൊണ്ട് പറയുന്നത്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, പക്ഷെ അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അതിന് വേണ്ട റെമഡീസും ഈ നിയമമാണ് നമുക്ക് തരുന്നത്. ഓക്കെ, സോ ഒരു ബിസിനസ് കോൺട്രാക്റ്റിൽ ഫോം ചെയ്തിട്ടുള്ള എഗ്രിമെൻ്റ് അല്ലെങ്കിൽ പ്രോമിസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ കോൺട്രാക്ട് ലോയാണ്. അതുപോലെ ഒരു ബിസിനസ് കോൺട്രാക്റ്റിനെ ഉള്ള വ്യക്തികൾ, അതിൽ ഏത് വ്യക്തിയും അതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ ആ വ്യതിചലിച്ചത് അനുസരിച്ച് അയാൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് കോമ്പൻസേഷനാണ് അവിടെ വരുത്തേണ്ടത്, ഇതെല്ലാം പ്രതിപാദിക്കുന്നതും എന്താണ്? ഇതേ കോൺട്രാക്റ്റ് ആക്റ്റാണ്. ഓക്കെ, സോ അതാണ് നമ്മുടെ കോൺട്രാക്റ്റ് ആക്ട് 1872. The main objective of this act is that to ensure the rights and obligations arising out of a contract. ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് കോൺട്രാക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങളുണ്ടാവുന്നു: റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. റൈറ്റ്സ് അവകാശങ്ങൾ, ഒബ്ലിഗേഷൻ ബാധ്യത. ഇപ്പോൾ ഞാൻ ഒരാളുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഫോം ചെയ്തു. ഓക്കെ, ഇപ്പം ഞാനൊരു സാധനം വിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാനൊരു സെല്ലറാണ്. ഇത് വാങ്ങിക്കാൻ ഒരാൾ വന്നു, ബയ്യർ.
അപ്പം ഞാനൊരു സെല്ലറും ഒരു ബയ്യറും തമ്മിൽ എന്ത് ചെയ്തു, ഒരു കോൺട്രാക്ട് ഫോം ചെയ്തു. എൻ്റെ കയ്യിൽ സെയിൽ ചെയ്യാനുള്ള സാധനമുണ്ട്, ഞാൻ ഇത്ര രൂപയ്ക്ക് അത് സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അയാൾ സമ്മതിച്ചു. ഓക്കെ, ഇത് 100 രൂപ. ഓക്കെ, അയാൾ പറഞ്ഞു ഓക്കെ 100 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചേക്കാം. ഓക്കെ, സോ ഇവിടെ 100 രൂപ അയാൾ തന്നു കഴിഞ്ഞിട്ട് ഈ സാധനം വാങ്ങിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിൽ റൈറ്റ്സും ഉണ്ട്, ഒബ്ലിഗേഷൻസും ഉണ്ട് അല്ലേ. അയാൾ പൈസ തന്നു എനിക്ക്. അപ്പോൾ അയാൾക്ക് എന്താണ് റൈറ്റ്സ് വരുന്നത്? ആ സാധനം കിട്ടാനുള്ള റൈറ്റ്സ് വന്നു. അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കെന്താ ബാധ്യതയുള്ളത്? ആ സാധനം കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ബിസിനസ്സിലെ കോൺട്രാക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ റൈറ്റ്സ്, അവകാശങ്ങളും അതുപോലെ തന്നെ ബാധ്യതകളും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റൈറ്റ്സിനെയും അതുപോലെ തന്നെ ഒബ്ലിഗേഷൻസിനെയും, ഈ അവകാശങ്ങളെയും ബാധ്യതകളെയും പിന്തുണയ്ക്കുന്നതാണ് നമ്മുടെ കോൺട്രാക്റ്റ് ആക്ട്. ഓക്കെ, സോ അഗ്രീഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടികളാണ്. വെൻ ദ കോൺട്രാക്ട് ഈസ് ബീച്ച്ഡ് ബൈ അതർ പാർട്ടി, അപ്പം ഒരു അവകാശമുണ്ട്, ഒരു ബാധ്യതയുണ്ട് അല്ലേ. ബയ്യർ 100 രൂപ തന്നു, സെല്ലർ ആ 100 രൂപയ്ക്കുള്ള സാധനം കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്, ബയ്യർക്ക് അത് കിട്ടാനുള്ള അവകാശമുണ്ട്. നീ ഈ കോൺട്രാക്റ്റിൽ ആരെങ്കിലും വ്യതിചലിച്ചു എന്ന് വിചാരിക്കുക. സെല്ലർ എന്ത് ചെയ്തു? 100 രൂപ വാങ്ങിച്ചു, സാധനം കൊടുത്തില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ആ കോൺട്രാക്റ്റിൽ നിന്ന് വ്യതിചലിച്ചു. ഉടനെ കോൺട്രാക്റ്റ് നിയമം അതിലേക്ക് ഏർപ്പെട്ട് ഈ സെല്ലറെ കൊണ്ട് ആ സാധനം കൊടുപ്പിക്കുക, അതിനൊപ്പം തന്നെ ഒരു കോമ്പൻസേഷൻ. ഇനി നേരെ തിരിച്ചാവാം. ബയ്യർ 100 രൂപയ്ക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് സാധനം വാങ്ങിച്ചു, പൈസ കൊടുത്തില്ല അല്ലേ. അപ്പോൾ അവിടെ ആ ബയ്യർ ആ പൈസ കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. എഗെയിൻ നിയമം എന്ത് ചെയ്തു? അവിടെ ഏർപ്പെട്ട് ഇൻവോൾവായി ആ കോൺട്രാക്റ്റിൽ നിന്നും വ്യതിചലിച്ച ബയ്യറിൽ നിന്നും ആ പൈസ സെല്ലർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും കോമ്പൻസേഷൻ ആവശ്യം വരികയാണെങ്കിൽ അത് മേടിച്ചു കൊടുക്കും. സോ അതാണ് പറയുന്നത്, ഈ കോൺട്രാക്റ്റ് ആക്ട് എല്ലാ കമേഴ്ഷ്യൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും ഇത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളതാണ് കോൺട്രാക്റ്റ് ആക്ട്. ഓക്കെ, അപ്പോൾ എന്താണ് കോൺട്രാക്റ്റ് ആക്ട് 1872 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
ഇനി നമുക്ക് ആ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സെക്ഷനൊന്നും ഇവിടെ കാര്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം. എന്താണ് കോൺട്രാക്റ്റ്? ഡിഫൈൻ കോൺട്രാക്റ്റ്. എപ്പോഴും ഈ ഒരു സബ്ജക്റ്റിൽ 2 മാർക്സിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഫൈൻ കോൺട്രാക്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872, എ കോൺട്രാക്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എൻ എഗ്രിമെൻറ്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ അറ്റ് ലോ. എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ അറ്റ് ലോ ഈസ് എ കോൺട്രാക്റ്റ്. ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാം, കോൺട്രാക്റ്റ് ഈസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ. 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് അത് നിയമത്തിൻ്റെ പിന്തുണയും കൂടി നേടിക്കഴിഞ്ഞാൽ എന്തായി? കോൺട്രാക്റ്റായി. 2 വ്യക്തികൾ തമ്മിൽ എഗ്രി ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്റ്റ്. അത് എപ്പോഴാണ് കോൺട്രാക്റ്റ് ആവുക? ഓൺലി വെൻ ദർ ഈസ് എൻ എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ. നിയമത്തിൻ്റെ പിന്തുണ ഉണ്ടാവണം. എന്തിനാണ് നിയമത്തിൻ്റെ പിന്തുണ ഉണ്ടാവുക? ഈ പറയുന്ന കോൺട്രാക്റ്റിനെ സംരക്ഷിക്കാനായിട്ട്, അത് പ്രോപ്പറായി നടക്കാനായിട്ട്. സപ്പോസ് അത് പ്രോപ്പറായി നടന്നില്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ വരുന്നത്. അതിനുള്ള റെമഡീസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത്. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ബിസിനസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ പുതിയതായിട്ട് ആയിരിക്കും ഏർപ്പെടുക, അവർ തമ്മിൽ കാര്യമായിട്ട് അറിയണ്ടാവില്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വിശ്വാസം വേണ്ടേ പരസ്പരം? അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ നിയമത്തിൻ്റെ പിന്തുണ കൊണ്ടുവരുന്നത്. ഓക്കെ, സോ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ അറ്റ് ലോ ഈസ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് ഈസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ. ഇതാണ് നിയമത്തിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, അപ്പോൾ 2 പേരെങ്കിലും മിനിമം വേണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ആ 2 പേരെങ്കിലും മിനിമം വേണമെന്ന് പറഞ്ഞതിൽ the features that makes a contract are when one signifies to another his willingness to do something with a view of obtaining a benefit. He is said to make a proposal. അപ്പോൾ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ആ എഗ്രിമെൻറ്റിൽ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ വില്ലിങ്നെസ് പറയാണ് ടു ഡു സംതിങ് വിത്ത് എ വ്യൂ ഓഫ് ഒബ്റ്റെയിനിങ് എ ബെനിഫിറ്റ്. ഇപ്പം ഞാനൊരു പ്രോഡക്റ്റ് സെല്ലറാണ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു? ഒരു ബയർക്ക് എൻ്റെ പ്രോഡക്റ്റ് വിൽക്കാം എന്നുള്ളൊരു വില്ലിങ്നെസ് ഞാൻ പറയുകയാണ്. ഓക്കെ, ഈ സാധനം ഞാൻ നിങ്ങൾക്ക് വിൽക്കാം. അപ്പോൾ അത് അങ്ങനെ ഞാൻ ആ ഒരു വില്ലിങ്നെസ് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഞാനിത് വിൽക്കുമ്പോൾ എനിക്ക് അയാൾ പൈസ തരും, അതാണ് എൻ്റെ ബെനിഫിറ്റ്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അയാൾക്കൊരു പ്രൊപ്പോസൽ തരികയാണ്. ഇത് ഈ സാധനം വാങ്ങിച്ചോട്ടെ, ഇത് നല്ലതാണ്. പ്രൊപ്പോസ് ചെയ്യുകയാണ് ഞാൻ. ഓക്കെ, സെല്ലർ പ്രൊപ്പോസ് ചെയ്യുകയാണ്. അപ്പം കോൺട്രാക്റ്റിൻ്റെ ഒരു ഫീച്ചറിൽ ആദ്യം പറയുന്നത് ഇതാണ്, when one signifies to another his willingness to do something with a view of obtaining a benefit. ഒരു ബെനഫിറ്റ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ സ്വമേധയാ അയാളുടെ വില്ലിങ്നെസ് പറയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ തരുവാനോ. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? അത് പ്രൊപ്പോസ് ചെയ്യുന്നു. അപ്പം അങ്ങനെ പ്രൊപ്പോസ് ചെയ്യുമ്പോൾ അത് മറ്റാൾ അത് അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. ഒരു എഗ്രിമെൻ്റ് എന്ന് വരുമ്പോൾ ആ എഗ്രിമെൻറ്റിൽ ആരാണ് പ്രൊപ്പോസ് ചെയ്യുന്നത് ആ പ്രൊപ്പോസൽ മറ്റാൾ എന്ത് ചെയ്തിരിക്കണം? അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ എഗ്രിമെൻറ്റ് ഫോം ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ പറയുകയാണിത് ഈ സാധനം നല്ലതാട്ടോ, 100 രൂപയ്ക്ക് ഞാൻ തരാം. മറ്റാൾ പറയാണ് ആണോ, ശരി, ഓക്കെ, നല്ലതാണല്ലോ, കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചേക്കാം. അപ്പം ഞാൻ കൊടുക്കുന്ന പ്രൊപ്പോസൽ മറ്റാൾ എന്ത് ചെയ്തു? അത് അക്സെപ്റ്റ് ചെയ്തു. സോ എഗ്രിമെൻറ്റിൽ ഒരാൾ പ്രൊപ്പോസൽ വയ്ക്കുമ്പോൾ മറ്റാൾ എന്ത് ചെയ്യണം? അത് അക്സെപ്റ്റ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ പ്രോമിസ് എന്ന് പറയുന്നത്. സോ എഗ്രിമെൻറ്റിൽ എന്തുണ്ട്? ഒരു പ്രോമിസ് ഉണ്ട്. അപ്പോൾ എഗ്രിമെൻറ്റ് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? മിനിമം 2 പേരെങ്കിലും വേണമെന്ന് പറഞ്ഞു. ഈ എഗ്രിമെൻ്റ് നിയമത്തിൻ്റെ പിന്തുണയും കൂടി ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്? കോൺട്രാക്റ്റായി മാറുന്നത്. അപ്പോൾ എഗ്രിമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ വില്ലിങ്നെസ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ കൊടുക്കാനോ ഉള്ള അയാളുടെ വില്ലിങ്നെസ് അയാൾ സ്വമേധയാ എന്ത് ചെയ്യുന്നു?
പ്രൊപ്പോസ് ചെയ്യുന്നു. ഇത് പ്രൊപ്പോസ് ചെയ്യുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണ്? ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് മറ്റാൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബെനിഫിറ്റ് കിട്ടും എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അയാൾ വില്ലിങ്നെസ് പറയുന്നത്. സോ ആ പ്രൊപ്പോസൽ മറ്റാൾ സ്വീകരിച്ചാൽ, അക്സെപ്റ്റ് ചെയ്താൽ എന്തായി? അത് ഒരു പ്രോമിസ് ആയിട്ട് മാറാണ്. ഓക്കെ. സോ ഈ ഒരു രീതിയിൽ എഗ്രിമെൻറ്റിലുള്ള ആ രണ്ട് പാർട്ടികളെയും നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള പേരിൽ വിളിക്കാം. എന്താണ്? ദ പേഴ്സൺ ഹൂ മേക്സ് ദ പ്രൊപ്പോസൽ ഈസ് കോൾഡ് എ പ്രോമിസർ. ഇപ്പം ഞാൻ ബയ്യറാണ്, ഞാനൊരു പ്രൊപ്പോസൽ വെച്ചു. അപ്പോൾ ആ ബയ്യർ ആരാണ്? ഒരു പ്രോമിസറാണ്. ദ പേഴ്സൺ ഹൂ അക്സെപ്റ്റ് ദ പ്രൊപ്പോസൽ ഈസ് എ പ്രോമിസി. ആ സാധനം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു, ആ അക്സെപ്റ്റ് ചെയ്ത ബയ്യർ ആരാണ്? പ്രോമിസിയാണ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ എന്തുണ്ട്? എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിന് നിയമത്തിൻ്റെ പിന്തുണ ഉണ്ടാകുമ്പോഴാണ് അത് കോൺട്രാക്റ്റായി മാറുക. ആ അഗ്രിമെൻറ്റിൽ രണ്ട് വ്യക്തികളാണ് ഇടപെടുന്നത്. ആ രണ്ട് വ്യക്തികളിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ സ്വമേധയാ, അയാളുടെ വില്ലിങ്നെസ്, എന്തെങ്കിലും ഒരു കാര്യം തരാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനോ ഉള്ള വില്ലിങ്നെസ് അയാൾ പ്രൊപ്പോസലായിട്ട് ഫോം ചെയ്യുന്നു. അതിന് പിന്നിലുള്ള അയാളുടെ ഉദ്ദേശം എന്താണ്? അതിനോടനുബന്ധിച്ചൊരു ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അയാൾ പ്രൊപ്പോസ് ചെയ്യുമ്പോൾ മറ്റാളത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്തായി? ആ പ്രൊപ്പോസൽ പ്രോമിസായിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള പ്രോമിസിൽ ആ പ്രൊപ്പോസൽ വെക്കുന്ന ആളെ നമ്മൾ പ്രോമിസർ എന്നും ആ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആളെ നമ്മൾ പ്രോമിസി എന്നും പറയുന്നു. സോ an agreement is a promise or set of promises forming consideration to each other. അപ്പോൾ ഒരു എഗ്രിമെൻറ്റിൽ എന്തുണ്ട്? പ്രോമിസ് ഉണ്ട്. ആ പ്രോമിസിന് എന്തുണ്ട്? ഒരു കൺസിഡറേഷൻ ഉണ്ട്. രണ്ടുപേരും സ്വമേധയാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? ഇപ്പം ഒരു ബയ്യർ അയാൾ സ്വമേധയാ എന്ത് ചെയ്യുന്നു? പ്രൊപ്പോസ് ചെയ്യുന്നു. അയാൾ ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല. സെല്ലർ എന്ത് ചെയ്യുന്നു? സ്വമേധയാ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. സോ പ്രോമിസ് ഒരു കൺസിഡറേഷനോട് കൂടിയിട്ടാണ് ഇവിടെ ഫോം ചെയ്യുന്നത്.